കുട്ടനാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിച്ചിരിക്കുകയാണ്. LDF ഉയർത്തിയ പരാതി വരണാധികാരി തള്ളി. ഉന്നയിക്കാൻ പാടില്ലാത്ത ഈ തർക്കങ്ങളാണ് ഉന്നയിച്ചത്. അത് പ്രഥമദൃഷ്ട്യാ തന്നെ റിട്ടേണിംഗ് ഓഫീസർ വാദം കേട്ട് ഉടൻ തന്നെ തള്ളുകയായത്. പ്രഥമദൃഷ്ട്യാ തന്നെ ഞാനതിന് വേണ്ടിയിട്ട് നിരവധി സുപ്രീം കോടതി ഡിസിഷൻസും കേരള ഹൈക്കോടതി ഡിസിഷൻസും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ഹാൻഡ് ബുക്കുകളാണ് ഞാൻ പരാമർശിച്ചത്. വിശദമായി വാദം കേട്ടു. പ്രഥമദൃഷ്ട്യാ തന്നെ വാദം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തള്ളുകയാണ്. അതേസമയം ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് കടക്കാൻ തന്നെയാണ് LDFന്റെ തീരുമാനം. അംഗീകരിക്കാതാണ് UDFന്റെ രജിസ്റ്റർ ചെയ്യാൻ്റെ പത്രിക അംഗീകരിച്ചത്. ഞങ്ങൾ അതിനെതിരെ മേൽ നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സുദീർഘമായ വാദം കേട്ടിട്ട് അരമണിക്കൂർ നേരത്തെ വാദം കേട്ടതിന് ശേഷം 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഹാജരാക്കിയിട്ടുള്ള സുപ്രീം കോടതി വിധിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു വിധി പറയുകയായിരുന്നു. അത് വി ആർ മച്ച് അഗ്രീവ്ഡ്. അതിനെതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും മേൽ നടപടികൾ സ്വീകരിക്കും. ഇലക്ഷൻ കമ്മീഷണർക്ക് ഉടൻ തന്നെ ഇതിനെതിരെ പരാതി ബോധിപ്പിക്കുന്നതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. രഘു, നിലവിൽ ഏതു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നത്? ഏത് ഘട്ടത്തിലാണ്? ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സുപ്രീം കോടതി വിധികളൊന്നും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് LDF ഉയർത്തുന്ന വാദം. LDF ഈ വിഷയത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു? കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി രജി ചെറിയ 3 സെറ്റ് പത്രികയാണ് നൽകിയിരുന്നത്. അതിൽ ഒരു സെറ്റ് പത്രിക ഇന്നലെ തന്നെ തള്ളിയിരുന്നു. അതായത് അനുകൂലിക്കുന്നവരുടെ മതിയായ ഒപ്പുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആ പത്രിക തള്ളാൻ വേണ്ടി കാരണം. മറ്റ് 2 പത്രിക പരിഗണിച്ചപ്പോഴാണ് LDF പ്രധാനമായും 2 വാദങ്ങൾ ഉന്നയിച്ചത്. ഒന്ന്, അദ്ദേഹത്തിന്റെ പേരിൽ രജി ചെറിയാന്റെ പേരിൽ 2 ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കുട്ടനാട്ടിലെ മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. സത്യവാങ്മൂലത്തിൽ ആലപ്പുഴ നഗരത്തിലുള്ള കേസ് രേഖപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ രചിച്ച 2 പട്ടികയിൽ പേരുകളുണ്ട്. അദ്ദേഹത്തിന്റെ താമസസ്ഥലമായ കായംകുളത്തും ഒപ്പം തന്നെ കുട്ടനാട്ട് മണ്ഡലത്തിലും അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ള 2 ആരോപണങ്ങളാണ്, 2 ആക്ഷേപങ്ങളാണ് LDF ഉന്നയിച്ചത്. അതുകൊണ്ടാണ് പത്രിക ഇന്നത്തെ ഹിയറിംഗിന് വേണ്ടി വീണ്ടും മാറ്റിയത്. ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഭരണാധികാരി കൂടിയായ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഓഫീസിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. LDF അവരുടെ വാദത്തിൽ ഉറച്ചിരുന്നു. പക്ഷേ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടനാട്ട് രജി ചെറിയാൻ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. ഈ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ പൂർണ്ണമായും അകന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് അസമാധാനത്തോടുകൂടി ധൈര്യത്തോടുകൂടി വോട്ട് ശേഖരിക്കാനായി ഇറങ്ങാം.